ഹായ് എവരിവൺ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എന്താണ് HTML പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ? നമ്മൾ എന്താണ് ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്ത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ജസ്റ്റ് നോക്കി അല്ലേ? ഒരു ഏറ്റവും സിമ്പിൾ ബേസിക് ടേബിൾ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഇതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ടാബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ടാഗ്സുകളാണ് എന്ത്? ടാബിള്, TR, TH, TD എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും ടാഗ്സുകൾ നമ്മൾ എന്ത് ചെയ്തു? പരിചയപ്പെട്ടു. നമ്മൾ ഇപ്പോൾ HTML ഒത്തിരി ടാഗ്സുകൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് എന്തേ വേണ്ടുള്ളൂ ശരിക്കുണ്ടെങ്കിൽ നമ്മൾ സ്റ്റൈൽ ഇപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിളും അല്ലെങ്കിൽ ടേബിൾ ടാഗ്, TR ടാഗ്, TH ടാഗ്, TD ടാഗ് ഇത്രയും ടാഗ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. മീൻസ് ബേസിക് ആയിട്ടുള്ള ടേബിൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ടേബിൾ TRനുള്ളിൽ ഫസ്റ്റ് എന്ത് ചെയ്തു? THൽ നെയിം അടുത്ത TH നെയിം, ഏജ്, ക്ലാസ്, സ്റ്റുഡൻറ് ടേബിൾ എന്ന് കരുതുക. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ റോയിൽ എന്തൊക്കെ വരണം? ടേബിൾ ഡാറ്റ കൊടുക്കണം അല്ലേ? ടേബിൾ ഡാറ്റയിൽ എന്ത് കൊടുക്കണ്ടത്? ഫസ്റ്റ് ആദ്യം ഏജ് ടേബിൾ ഡാറ്റ, ടേബിൾ ഡാറ്റ 24 ടേബിൾ ഡാറ്റ ഇപ്പോൾ +2 ഡിഗ്രി കൊടുക്കാം അല്ലെങ്കിൽ +2 കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് +2 കൊടുക്കുന്നുണ്ട്. +2 കൊടുത്തു. ഇത്രയും ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് എന്ത് ചെയ്തു? ഒരു റോയും ഞാൻ ഇതിൻ്റെ തന്നെ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് രണ്ട് ഡാറ്റ ഉള്ള രീതിയിൽ നമ്മൾ ടേബിൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തു. ഈ ടേബിളിന്റെ ഫോർമാറ്റ് നമുക്ക് ബേസിക് ടേബിൾ എന്നുള്ള രീതിയിൽ ഇത്രയല്ലേ വരുന്നുള്ളൂ. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബേസിക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എലമെന്റ്സുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മതി. നമുക്ക് വേറെ എന്ത് വേണം? ബാക്കിയുള്ളതെല്ലാം നമ്മൾ എന്താണ് അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ്. ആ ടേബിൾ എന്ന് പറഞ്ഞ എലമെന്റ്സിന് അല്ലെങ്കിൽ ടേബിൾ എന്ന് പറഞ്ഞ ടാഗിന് അഡീഷണൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റൈൽ ആട്രിബ്യൂട്ട്സ് ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് ഇന്ന ബോർഡർ വേണം, അതുപോലെ ബോർഡറിന്റെ ടൈപ്പ്, ബോർഡറിന്റെ തിക്നെസ്, അതെ ബോർഡറിന്റെ കളർ ഇന്ന രീതിയിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഇവിടെ എന്ത് കൊടുത്തു? ബോർഡർ എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടി കൊടുത്തു, അതിന് തിക്നെസ് കൊടുത്തു, അതിന്റെ സോളിഡ് ഏത് ടൈപ്പ് ഓഫ് ബോർഡർ ആണ് കൊടുത്തു, അതേപോലെ ബ്ലാക്ക് കളർ ഏതാ വേണ്ടതെന്നുള്ളത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്? എല്ലാ ടാബിളിനും എല്ലാ കോളത്തിനും എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്തത്? ഇത് കണ്ടില്ലേ? ജസ്റ്റ് എത്ര കോഡ് ഓഫ് ലൈൻസ് ഉണ്ടോ അത്രയും, എത്ര റോസ് ഉണ്ടോ, എത്ര കോളംസ് ഉണ്ടോ, എത്ര ഡാറ്റകൾ ഉണ്ടോ അത്രയും തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരേ ഡാറ്റ തന്നെ വീണ്ടും 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 കോൾ ചെയ്തിട്ടുണ്ട്. മീൻസ് ഒരേ ആട്രിബ്യൂട്ട് തന്നെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരേ ആട്രിബ്യൂട്ട്സ് തന്നെ വീണ്ടും വീണ്ടും എല്ലാ ടാഗ്സിലും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരേ ആട്രിബ്യൂട്ട്സ് തന്നെ വീണ്ടും വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആട്രിബ്യൂട്ട്സും അതേപോലെ തന്നെ അതിന്റെ വാല്യൂസും. അപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവില്ല ഇതിനുള്ള ഡാറ്റകൾ ആ ഒരു സ്റ്റൈൽ ഇവിടെ എടുക്കൂല. കണ്ട 1 എന്ന് പറഞ്ഞിട്ടുള്ള അതിന് നമ്മൾ സ്റ്റൈൽ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ എന്തെടുത്തില്ല? ഇവിടെ അതിന്റെ കോളംസ് അല്ലെങ്കിൽ അതിന്റെ ബോർഡർ എന്തായി? നമുക്ക് മിസ്സായിപ്പോയി. അപ്പോൾ നമുക്ക് എന്താണ് ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കോഡ് ഓഫ് ലൈൻസ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് എഴുതി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എത്ര പോലും എഴുതണം? എന്തൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? നമുക്ക് ടേബിളിന് സ്റ്റൈൽ ബോർഡർ 2 പിക്സൽ സോളിഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ കൊടുത്തു എന്ന് കരുതുക. അതേപോലെ തന്നെ ഈ THനും ഈ THും എല്ലാം TH തന്നെയാണ് അല്ലേ? അല്ലെങ്കിൽ ടേബിൾ ഹെഡ് തന്നെയാണ്. ഇത് 4ഉം ടേബിൾ ഹെഡാണ്. ഈ 4എണ്ണത്തിനും നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് സ്റ്റൈലുകൾ എഴുതണം. അപ്പോൾ ഒരേ സ്റ്റൈൽ തന്നെയാണേലും എന്നാലും നമുക്ക് സെപ്പറേറ്റ് എഴുതുക എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് അത്ര നല്ലൊരു രീതിയല്ല. അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻലൈൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു
അതായത് CSS മീൻസ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റൈൽസ് എഴുതുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ സ്റ്റൈൽസുകൾ എഴുതാം. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് ഇൻലൈൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണ് ഫസ്റ്റ് ഇപ്പോൾ ചെയ്തിട്ടുള്ള സ്റ്റൈൽസ് ആട്രിബ്യൂട്ട് ആയിട്ടല്ലേ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മെത്തേഡിനാണ് നമ്മൾ എന്ത് പറയാം, ഇൻലൈൻ മെത്തേഡ് എന്ന് പറയാം. നമുക്ക് 3 രീതിയിൽ ജസ്റ്റ് പറഞ്ഞുതരാം. ഏതൊക്കെയാണ്? ഇൻലൈൻ ആയിട്ടും അതേപോലെ ഇന്റേണൽ ആയിട്ടും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടും 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? ഓക്കെ, 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻലൈൻ ആയിട്ടും പറ്റും, ഇന്റേണൽ ആയിട്ടും പറ്റും, എക്സ്റ്റേണൽ ആയിട്ടും പറ്റും. ഇൻലൈൻ മീൻസ് എന്താണെന്നറിയോ? ഇത് ഓരോന്നും ഏത് രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഇൻലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടില്ലേ, ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ടാഗിന് അല്ലെങ്കിൽ ഒരു എലമെന്റിന് നമുക്കൊരു സ്റ്റൈൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ എലമെന്റിന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടല്ലോ, അതായത് ഒരു എലമെന്റ് അതിന്റെ ഓപ്പണിംഗ് ടാഗിൽ ഒരു എലമെന്റ് TD എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഓപ്പണിംഗ് ടാഗ്, അതിന്റെ ക്ലോസിംഗ് ടാഗ് ആൻഡ് വിത്ത് കോണ്ടന്റ്. ഇത് 3 കൂടി കൂടിയതാണ് എന്ത് പറയാ, ഒരു എലമെന്റ് എന്ന് പറയാം. ഇവിടെ നമുക്ക് എന്തുണ്ട്, ഒരു ഓപ്പണിംഗ് ടാഗ് ഉണ്ട് അല്ലേ ഒരു എലമെന്റിൽ. ഈ ഓപ്പണിംഗ് ടാഗിൽ നമുക്ക് ആ എലമെന്റിന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കണോ എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ എലമെന്റിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബോർഡർ കൊടുക്കണം. അതായത് അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കണം, ഒരു ബോർഡർ കൊടുക്കണം. ഈ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ സ്റ്റൈൽ എല്ലാ ടാഗ്സിനും നമുക്ക് ഈ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതാണ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്? HTML എല്ലാ ടാഗ്സിനും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് എന്താണ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് അതിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, പ്രോപ്പർട്ടീസ് ആൻഡ് വാല്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അതിന്റെ സ്റ്റൈൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ അന്ന് സ്റ്റൈൽ എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സ്റ്റൈൽ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. അതിന് പ്രോപ്പർട്ടീസും വാല്യൂസും ആൻഡ് ഇതെന്താണ്, ഈ കോളൻ എന്താണ്, സെപ്പറേറ്റർ ആണ്. ഈ സെപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് നമുക്ക് എന്താണ്, പ്രോപ്പർട്ടി ആണ്. അതിന്റെ റൈറ്റ് സൈഡിലുള്ളത് എന്താണ്, റൈറ്റ് സൈഡിലുള്ളത് വാല്യൂ ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസും വാല്യൂസും ആയിട്ടാണ് നമുക്ക് എന്ത് സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അപ്പം ഇതില് നമുക്ക് ഇൻലൈൻ ആയിട്ട് CSS ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ CSS തിരില്ല പറയാം, CSS എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻലൈൻ ആയിട്ട് നമുക്ക് സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാന്ന് പറഞ്ഞു, ഇന്റേണൽ ആയിട്ടാണ് നമുക്ക് നമ്മൾ ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏത് രീതിയിലാണ്, ഇൻലൈൻ ആയിട്ടാണ്. ഇൻലൈൻ ആയിട്ട് സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, നമുക്ക് അതിന്റെ ഒരു എലമെന്റിന്റെ ഓപ്പണിംഗ് ടാഗിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, പ്രോപ്പർട്ടീസ് ആൻഡ് വാല്യൂസ് ആയിട്ട് നമുക്ക് സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയാം, ഇൻലൈൻ CSS എന്ന് പറയാം. ഓക്കെ, ആക്ച്വലി നമുക്ക് എന്താണ് CSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, CSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാസ്കേഡ് സ്റ്റൈലിംഗ് ടൂൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, CSS എന്താണ്, CSS stands for Cascade Styling Sheet. കാസ്കേഡ് സ്റ്റൈലിംഗ് ഷീറ്റ് മീൻസ് എന്താണ്, ഇതെന്താ ഉദ്ദേശിക്കുന്നത്, CSS എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? CSS ആക്ച്വലി നമുക്ക് ഒരു വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് HTML യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് നമുക്കൊരു HTML എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാലമായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്, ഒരു HTML ടാഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ HTML എലമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരം സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ ഒരു എലമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, HTML കൊണ്ട് കഴിയുള്ളൂ. പക്ഷേ നമുക്ക് എന്ത് വേണം, അത് ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതൊന്നും കൂടി അട്രാക്റ്റീവ് ആണ്.
എന്താണ് നമുക്ക് എന്താണ് നമ്മളുടെ വെബ്സൈറ്റുകൾ മാപ്പ് ഒന്നുകൂടി മറ്റുള്ള വെബ്സൈറ്റുകളിൽ നിന്നും കൂടി എന്ത് ചെയ്യണം, ഒന്ന് വേറിട്ട് നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നല്ല കളർഫുൾ ആയിട്ട് അല്ലെ, നല്ല രീതിയിൽ നല്ല ഭംഗിക്ക് ബട്ടൺസും കാര്യങ്ങളും നല്ല രീതിയിൽ ഒരു അറേഞ്ച്ഡ് അല്ലെങ്കിൽ പക്ക അലൈൻഡ് ആയിട്ട് ബട്ടൺസ് ആയാലും എലമെന്റ്സുകളായാലും എല്ലാം എന്താണ് പക്ക സ്ട്രക്ചേർഡ് ആൻഡ് അലൈൻഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ഒരു വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, യൂസേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റൈലിങ്ങിന് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റൈലിംഗ് ആണ് ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ഉള്ള സ്റ്റൈലിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, CSS പഠിക്കണം. അതാണ് CSS എന്താണ്, കാസ്കേഡ് സ്റ്റൈലിംഗ് ഷീറ്റ്സ്. ഇത് വെച്ചിട്ടാണ് CSS വെച്ചിട്ടാണ് നമ്മൾ CSSന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ HTML അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് അല്ലെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ട് കളർഫുൾ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് നമ്മളെ വെബ്സൈറ്റിനെ മാറ്റുന്നത്. ഓക്കെ, നമുക്ക് HTMLs ഇപ്പോൾ ഞാൻ ഈ വെബ് പേജ് ലോഡ് ചെയ്തിരുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ഇത് ജസ്റ്റ് എന്തേ ഉള്ളൂ, ഒരു സ്ട്രക്ചർ പോലെ അല്ലെ, എന്താണ് ഒരു അസ്ഥികൂടം പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ പോലെ, ജസ്റ്റ് വെറുതെ ഒരു ടെക്സ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ കോണ്ടന്റ്സ് മാത്രമേ ഇതിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ കോണ്ടന്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് HTMLs യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. HTMLനെ കൊണ്ട് അത്രേ കഴിയുള്ളൂ. ബാക്കിയുള്ളത് അതായത് നമുക്കൊരു ആ HTMLന് അവിടെ ടെക്സ്റ്റിന് ഒരു കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് നമ്മൾ സ്റ്റൈൽ എഴുതണം. ഈ സ്റ്റൈൽ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, CSS എന്ന് പറയാം. ഈ സ്റ്റൈൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ CSS അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റൈൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. CSS describes how HTML elements are to be displayed on screen. എങ്ങനെയാണ് നമുക്ക് ഒരു HTML എലമെന്റ് എങ്ങനെ നമ്മളുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ആരാണ്, CSS ആണ്. മനസ്സിലായോ? അതായത് നമ്മൾ ഡിസ്പ്ലേ എന്താണ്, ഒരു കോണ്ടന്റ് ഉണ്ട്, മേ ബി ഒരു ടെക്സ്റ്റ് ഉണ്ട്, HTML എലമെന്റ്. ആ HTML എലമെന്റ് നമുക്ക് എന്ത് വേണം, ഒരു റെഡ് എന്നുള്ള കളറിലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് എവിടെ കൊടുക്കണം, നമുക്ക് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഇവിടെ ഈ ബട്ടൺ പ്ലേസ് ചെയ്ത സ്ഥാനത്ത് വെക്കണം. എങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും, CSS യൂസ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇത് സ്റ്റൈൽ ചെയ്യേണ്ടി വരില്ലേ, ഇത്തരം വെബ്സൈറ്റുകൾ ഇത്തരം എലമെന്റ്സുകൾ നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടി വരില്ലേ, അതിനാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ CSS യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് എന്താ വരുന്നത്, ഞാൻ പറഞ്ഞു നമുക്കിത് ഒരേ കോഡ് ഓഫ് ലൈൻസ്, അപ്പോൾ 3 രീതിയിൽ നമുക്ക് സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻലൈൻ ആയിട്ടും ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുവരെ നമ്മൾ പരീക്ഷിച്ചത് ഏതാണ്, ഇതുവരെ നമ്മൾ പഠിച്ചത്, നമ്മൾ ട്രൈ ചെയ്തത് ഏതാണ്, ഇൻലൈൻ എലമെന്റ്സ് ആണ്. നമുക്ക് ഇൻലൈൻ ആയിട്ട് നമ്മൾ എലമെന്റ്സ് സ്റ്റൈൽസ് ക്രിയേറ്റ് അല്ലെങ്കിൽ സ്റ്റൈൽ CSS ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഈ എലമെന്റ് കൊടുത്തിട്ടുണ്ട്, ഈ എലമെന്റിന് നമ്മൾ ഒരു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ടെന്ന് കരുതുക. ഫസ്റ്റിലുള്ള ഈ ഒരു എലമെന്റിന് മാത്രം നമ്മളൊരു സ്റ്റൈൽ കൊടുത്തു. ഈ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എലമെന്റിന് മാത്രമല്ലേ നമുക്ക് അവിടെ സ്റ്റൈൽ എടുക്കുന്നുള്ളൂ. അങ്ങനെയല്ലേ? അതായത് ഈ ഒരു എലമെന്റിന് മാത്രമേ നമ്മൾ ഈ ഒരു ആട്രിബ്യൂട്ട്സ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈൽ എഴുതുന്നതിനെ കൊണ്ട് ഈ ഒരു എലമെന്റിന് മാത്രമേ നമുക്ക് എന്തെടുക്കുള്ളൂ, സ്റ്റൈൽ എടുക്കുള്ളൂ. രണ്ടാമത്തെ കേസ് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം. ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് എന്ത് വേണം, ഇവിടെ ഒത്തിരി മൂന്ന് TH ഉണ്ട് അല്ലെ, അപ്പൊ 3 ടേബിൾ ഹെഡ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാം. ഇതിലെന്ത് ചെയ്യാം, നമുക്ക് കളർ എന്താക്കി കൊടുക്കാം, കളർ റെഡ് ആക്കി കൊടുത്തു. ഓക്കെ, ഒന്ന് സേവ് ചെയ്യുന്ന സമയത്ത് എന്താണ് മാറ്റം വരുന്നത് എന്നാണ് നോക്കുന്നത്. ഇതിപ്പോ നമുക്ക് പ്ലെയിൻ സ്ട്രക്ചർ ആണ്. ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒഴിവാക്കി. ഓക്കെ, ഇപ്പോ നമ്മളുടെ ടാബിൾ കിടക്കുന്ന രണ്ടാമത്തെ ടാബിൾ കിടക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഒന്നുമില്ല, അതിന് ബോർഡേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫുൾ ബ്ലാക്ക് ടെക്സ്റ്റ്. പക്ഷെ നമുക്ക് എന്താണ് ഈ ഒരു 3 ടാബിൾ ഹെഡിന് ഫുള്ളിന് നമുക്ക് എന്ത് കൊടുക്കണം, ഒരു റെഡ് കളർ കൊടുക്കണം എന്ന് കരുതാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റൈല് എന്ത് കൊടുക്കണം, കളറ് റെഡ്. ഇൻലൈൻ ആയിട്ടാണ് ഞാനിപ്പോ എഴുതുന്നത് അല്ലെ. ഇൻലൈൻ ആയിട്ട് എഴുതുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടോ, ഇൻലൈൻ ആയിട്ട് എഴുതിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ടേബിൾ ഡാറ്റ ഏതാണ്, ടേബിൾ ഹെഡ്, ഈ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഓപ്പണിംഗ് ടാഗ് കൊടുത്തിട്ടുള്ള ആ ഒരു എലമെന്റിന് മാത്രമാണ് എന്ത് എടുക്കുന്നുള്ളൂ,
ഈ സ്റ്റൈൽ എടുക്കുന്നുള്ളൂ. അതിന്റെ താഴെ വേറെ 2 ടാബിൾ ഹെഡ് ഉണ്ട്. ഇനിയിപ്പോൾ അതിന് രണ്ടിനും കൂടി നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണം? അതിനും നമുക്ക് റെഡ് കളർ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും സ്റ്റൈൽ എഴുതണം, കളർ റെഡ് ആക്കണം, അല്ലെങ്കിൽ കളർ റെഡ് ആക്കണം. ഓക്കെ, ഈ രീതിയിൽ ചെയ്യണം. അപ്പോൾ ഇപ്പൊ എന്താ മാറ്റം വന്നിട്ടുണ്ടാവുക? ഇപ്പൊ എന്താ നെയിമിനും ഏജിനും നമുക്ക് എന്ത് വന്നു? റെഡ് വന്നു. ഓക്കെ, പക്ഷെ ഇതിന് വന്നില്ലല്ലോ. എന്തുകൊണ്ടാ? ആ ഒരു എലമെന്റിന് എന്ത് കൊടുത്തിട്ടില്ല? നമ്മള് സ്റ്റൈല് കൊടുത്തില്ല. അപ്പൊ അതിന് ആ ഒരു എലമെന്റിന് വേണ്ടി മാത്രം നമുക്ക് എന്ത് കൊടുക്കണം? സ്റ്റൈല് കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? 3 ഹെഡുകളും എന്ത് കിട്ടി? റെഡ് കളറിലായി. ഓക്കെ, അപ്പോൾ ഇത്തരം 3 ഇപ്പം നമുക്ക് ഒരേ സ്റ്റൈലാണ്, ഒന്നുമില്ല. സ്റ്റൈൽ എന്ന് പറയുന്നത് കളർ റെഡ് എന്നുള്ളത് സംഭവം നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ട് എന്ത് 3 ഹെഡിനും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 3 ഹെഡിനും ആട്രിബ്യൂട്ട്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ സ്റ്റൈൽ യൂസ് ചെയ്തു. എങ്കിൽ മാത്രമല്ലേ നമുക്ക് പറ്റുള്ളൂ. ഇതെന്താണ്? ഒരേ സാധനം തന്നെ 3 വട്ടം നമ്മൾ ടൈപ്പ് ചെയ്യണം. എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് ഇന്റേണൽ ആക്കിയിട്ട് സ്റ്റൈൽ എഴുതുക എന്ന് പറയും. ഇന്റേണൽ ആക്കിയിട്ട് നമ്മൾ സ്റ്റൈൽ എഴുതിയിട്ട് ഇൻലൈൻ ആക്കുമ്പോൾ നമ്മൾ എന്താണ്? ആ ഒരു എലമെന്റിന് മാത്രമേ എടുക്കുള്ളൂ. അടുത്ത എലമെന്റിന് നമുക്ക് വേറെ സ്റ്റൈൽ എഴുതണമെന്നുണ്ടെങ്കിൽ ആ എലമെന്റിനുള്ളിൽ തന്നെ വന്നിട്ട് എഴുതണ്ടേ. നമുക്ക് എന്ത് ചെയ്യാം? ഇന്റേണൽ ആക്കിയിട്ട് ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. ഇന്റേണൽ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്റേണൽ ആക്കിയിട്ട് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇവിടെ കണ്ടില്ലേ, ഇപ്പൊ ഈ ടാബിൾ റെഡ് ഇത് നമ്മൾ ജസ്റ്റ് ഞാൻ ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, ഒഴിവാക്കുന്നുണ്ട്. ഇത് ഫുള്ള് ഞാൻ ഒഴിവാക്കി. ഓക്കെ, ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഓക്കെ പോയില്ലേ, റെഡ് കളർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റെഡ് കളർ വേറെ രീതിയിൽ ഇന്റേണൽ ഫോർമാറ്റിൽ കൊടുത്തു നോക്കാം. ഇന്റേണൽ CSS കൊടുത്തു നോക്കാം. ഇന്റേണൽ CSS എങ്ങനെ കൊടുക്കാം? സ്റ്റൈലിൽ ഇവിടെ വന്നിട്ട് TH. ഓക്കെ, നമുക്ക് ഏത് എലമെന്റിനാണോ കൊടുക്കേണ്ടത്? ഏത് എലമെന്റിനാണ് കൊടുക്കേണ്ടത്? ടാബിൾ ഹെഡിനല്ലേ. അപ്പൊ അതിനെ കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? TH എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. നമുക്ക് എന്ത് വേണം? ഇതിലുള്ള എല്ലാ ടാബിൾ ഹെഡുകളും ഇതിലുള്ളതും എല്ലാ ടാബിൾ ഹെഡുകളും നമുക്ക് എന്താക്കാം? റെഡ് കളറിലാക്കാം. അപ്പൊ എന്ത് ചെയ്യാം? കളർ റെഡ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. എന്താണ് ഇപ്പൊ ചെയ്തത്? നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. സേവ് ചെയ്തിട്ട് സേവ് ചെയ്തപ്പോൾ കണ്ടോ, എവിടൊക്കെ നമ്മൾ ടാബിൾ ഹെഡ് നമ്മളെ വെബ് പേജിൽ അല്ലെങ്കിൽ നമ്മുടെ HTML ഡോക്യുമെന്റിൽ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം എന്തായി? ഒറ്റ കോഡ് ഓഫ് ലൈൻ കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഒറ്റ ലൈൻ ഓഫ് കോഡ് കൊണ്ട് തന്നെ എന്ത് ചെയ്തു? എല്ലാ ടാബിൾ ഹെഡും റെഡ് കളറിലായി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തതെന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം, മനസ്സിലാക്കിക്കോ. ഇവിടെ നമുക്ക് എന്താണ്? ഫസ്റ്റ് ഇന്റേണൽ ആണ് അല്ലെ. ഇൻലൈൻ ആക്കിയിട്ട് നമ്മൾ എഴുതുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലായി. വീണ്ടും 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 ഓരോന്നിനും സെപ്പറേറ്റ് എഴുതി കൊടുക്കണം സ്റ്റൈൽ. പക്ഷെ നമുക്ക് എന്ത് വേണ്ട? ഇന്റേണൽ ആണെന്നുണ്ടെങ്കിൽ അത്രയൊന്നും പണിയെടുക്കണ്ട, എളുപ്പമാക്കാം നമുക്ക്. എങ്ങനെ? അതിന് നമ്മൾ ആദ്യം എന്ത് വരണം? ഹെഡ് സെക്ഷനിലോട്ട് വരണം. ഹെഡ് സെക്ഷനിലെ ഇതാണ് ബോഡി അല്ലെ. ഹെഡ് സെക്ഷനിലോട്ട് വന്നിട്ട് ഹെഡ് സെക്ഷൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ്? ഇത് അതിനുള്ളിലാണ് ഹെഡ് സെക്ഷൻ അല്ലെ. ഹെഡിന്റെ ഉള്ളിലാണല്ലോ നമ്മൾ ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നതും ഫേവേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നതും ഒക്കെ ഹെഡിനുള്ളിലാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഹെഡിനുള്ളിൽ വന്നിട്ട് നമുക്ക് ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ഉണ്ട്. ഇത് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ് അല്ലെ. സ്റ്റൈൽ ടാഗ് ഉണ്ട്. ഈ സ്റ്റൈൽ ടാഗിൽ നമുക്ക് എന്ത് കൊടുക്കാം? നമ്മളുടെ സ്റ്റൈൽസ് അല്ലെങ്കിൽ CSS നമുക്ക് ഈ സ്റ്റൈൽ ടാഗിനുള്ളിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റൈൽ ടാഗിനുള്ളിൽ നമുക്ക് നമ്മളെ CSS ഡിഫൈൻ ചെയ്യാം, നമ്മളെ സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാം. ഇവിടെ നമുക്ക് എന്താണ്? TH-നല്ലേ കൊടുക്കേണ്ടത്? നമ്മൾ ഉദ്ദേശിച്ചത് ഏതിനാണ്? ടാബിൾ ഹെഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ആ എലമെന്റിന്റെ പേര് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വിളിക്കുക. അത്രേ ഉള്ളൂ. ജസ്റ്റ് TH-നാണല്ലോ, ആ എലമെന്റിന്റെ പേര് നമ്മൾ ഇവിടെ വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്യാം? എന്താണോ സ്റ്റൈല് വേണ്ടത് ആ സ്റ്റൈല് കൊടുക്കാം. എങ്ങനെ? നമ്മൾ മുമ്പ് കൊടുത്തിരുന്ന അതേപോലെ തന്നെ. എങ്ങനെ? പ്രോപ്പർട്ടീസ് ആൻഡ് വാല്യൂസ് ആയിട്ട്. ഫസ്റ്റ് എന്താണ്? പ്രോപ്പർട്ടി കളർ കൊടുത്തു. വാല്യൂസ് എന്ത് കൊടുത്തു? വാല്യൂ റെഡ് ആക്കിയിട്ട് കൊടുത്തു. സേവ് ചെയ്യാം. Ctrl+S അടിച്ചിട്ട് അല്ലെങ്കിൽ സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായി? കണ്ടോ? എല്ലാ ഹെഡിനും റെഡ് കളർ വന്നു. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? മേ ബി
ടാബിൾ ഡാറ്റയ്ക്ക് വേണമെങ്കിലോ ടാബിൾ ഡാറ്റയ്ക്ക് നമുക്ക് അതുപോലെ കൊടുക്കണം എന്ന് കരുതാം. എല്ലാ ടാബിൾ ഡാറ്റയ്ക്കും ഒരു ബ്ലൂ കളർ കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ഈ സ്റ്റൈൽ ടാഗിനുള്ളിൽ തന്നെ അടുത്തത് വരും. ഇവിടെ എന്ത് ചെയ്യുക? ടി ഡി ടാബിൾ ഡാറ്റ ആണല്ലോ. അപ്പൊ ടി ഡി ടാബിൾ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എലമെന്റിന്റെ പേര് വിളിച്ചിട്ട് ടാബിൾ ടി ഡി എന്ന് പറഞ്ഞിട്ട് എലമെന്റിന്റെ പേര് വിളിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? എലമെന്റ് സ്പെസിഫൈ ചെയ്യണം. ഏത് എലമെന്റിനാണ് നമ്മൾ ക്ലാസ് എടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റൈൽ എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ആ സ്പെസിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് വിളിക്കാൻ? ആ പ്രോപ്പർട്ടിയും വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈൽ വിളിക്കാൻ. അപ്പൊ ടി ഡി എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കും? കളർ എന്ത് കൊടുത്തു? നമുക്ക് ഏതാ കളർ വേണമെന്നാ പറഞ്ഞത്? ബ്ലൂ അല്ലേ? ബ്ലൂ വയലറ്റ് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ ബ്ലൂ വയലറ്റ് കൊടുത്തു. ഈ പെട്ട വരുന്ന സമയം സേവ് ചെയ്തിട്ട് ഇവിടെ വരുമ്പോ കണ്ടോ കളർ മാറിയില്ലേ അല്ലേ? എല്ലാം കളർ മാറി. എന്താണ്? എല്ലാ ടാബിൾ ഡാറ്റ അല്ലെങ്കിൽ എല്ലാ ടി ഡി എലമെന്റ്സുകളും എന്ത് ചെയ്തു? ബ്ലൂ വയലറ്റ് കളറിൽ വന്നു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതിന്റെ എന്താണ് ഫോണ്ട് വെയിറ്റ് കൂട്ടി കൊടുക്കാം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യാം? ഫോണ്ട്. അപ്പോൾ ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടീസും വാല്യൂസും നമ്മൾ കൊടുത്തതിന് ശേഷം എന്ത് കൊടുക്കണം? ഈ സെമികോളം കൊടുക്കാൻ വിട്ടുപോകരുത് കേട്ടോ. സെമികോളം നിർബന്ധമാണ്. സെമികോളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അടുത്ത സ്റ്റൈൽ ഇവിടെ എഴുതാൻ പറ്റില്ല കേട്ടാ. സ്റ്റൈലായിട്ട് എടുക്കൂല. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കേട്ടാ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് എന്ത് വരില്ല? കൊടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കൂല. അതിനിവിടെ എന്ത് ചെയ്യാം? സെമികോളം കൊടുത്തിട്ട് വേണം അടുത്തേക്ക് വരാൻ. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് സെഷൻ കാണിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ തൽക്കാലം നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഫോണ്ട് വെയിറ്റ് 100, 200, 300, 500 ആക്കി കൊടുത്തു ഞാൻ തൽക്കാലം. സേവ് ചെയ്തു. ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായി? ഫോണ്ട് ബോൾഡ് ആക്കി കൊടുത്തു. ബോൾഡ് ആക്കി കൊടുത്തപ്പോൾ ഇപ്പോൾ ഫോണ്ട് സൈസ് ഒന്ന് ചെറുതാക്കി കൊടുക്കാം. ഫോണ്ട് സൈസ് സ്മോൾ ആക്കി കൊടുത്തു, ചെറുതാക്കി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? സേവ് ചെയ്തു. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഫോണ്ട് സൈസ് ചെറുതായില്ലേ? ഇനി വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കി കൊടുക്കാം. ഫോണ്ട് സൈസ് ലാർജർ ആക്കി സേവ് ചെയ്തു. ഇവിടെ വരുമ്പോൾ എന്തായി? ഫോണ്ടിന്റെ സൈസ് വലുതായോ അല്ലേ? അത് എക്സ് ലാർജ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തായി? ഫോണ്ട് സൈസ് വീണ്ടും വലുതായും ചെയ്തു. എന്താണ്? ആ ബ്ലൂ വയലറ്റ് കളറും ഉണ്ട്. എല്ലാ ടാബിൾ ഡാറ്റയ്ക്കും ആ ഒരു സൈസിലോട്ട് മാറി വന്നില്ലേ? അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഇന്റേണൽ CSS എന്ന് പറയാം. ഓക്കെ, ഇന്റേണൽ CSS എന്ന് പറയാൻ വേറൊരു കാരണം ഉണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ HTML ഡോക്യുമെന്റ് ഉണ്ടല്ലോ, നമ്മൾ കോഡ് എഴുതുന്ന നമ്മളെ HTML ഡോക്യുമെന്റിന് ഉള്ളിൽ തന്നെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇവിടെ ഈ സ്റ്റൈൽ എഴുതുന്നത്. അതിനെ കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ എന്ന് പറയുന്നത്. ഇനി വേറെ എന്തുണ്ട്? എക്സ്റ്റേണൽ ഉണ്ട്. എക്സ്റ്റേണൽ എന്താണ്? എക്സ്റ്റേണൽ മീൻസ് ഈ CSS, അതായത് ഇതേ CSS അല്ലെങ്കിൽ ഇതേ ക്ലാസ്സസ്, ഇതേ സ്റ്റൈൽസ് നമുക്ക് എവിടെ കൊണ്ടുപോയിട്ട് വെക്കാം? ഈ HTML ഡോക്യുമെന്റിന്റെ പുറത്ത് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് നമ്മൾ ഈ പേജിലോട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. CSS എക്സ്റ്റേണൽ ആണ് അല്ലേ? എക്സ്റ്റേണൽ CSS നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? നമ്മൾ HTML പേജിലുള്ളവിടെ തന്നെ വന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ style.css എന്ന് പറഞ്ഞിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യും. .css എന്നുള്ളത് ആ ഒരു ഫോർമാറ്റിൽ, ആ ഒരു എക്സ്റ്റൻഷനിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്റ്റൻഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റൈൽസ് ഇവിടെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിനെ കൊണ്ട് പേര് എന്തും കൊടുക്കാം. ഞാൻ എന്ത് കൊടുത്തു? ഞാൻ ജസ്റ്റ് ഒരു സ്റ്റൈൽ എന്നുള്ള രീതിയിൽ തന്നെ പേര് കൊടുത്തു. ഓക്കെ, style.css എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇപ്പൊ ഇങ്ങനെ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സ്റ്റൈലുകളിൽ ഇതേ സ്റ്റൈലുകൾ എന്ത് ചെയ്തു? ഞാൻ ഇവിടുന്ന്
കോപ്പി ചെയ്തു അല്ലെങ്കിൽ കട്ട് ചെയ്തു. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഞാനിതൊന്ന് സേവ് ചെയ്ത് നോക്കുകയാണ്. നമ്മളുടെ ക്ലാസ്സസ് എല്ലാം നമ്മളെ സ്റ്റൈലുകളെല്ലാം പോയിട്ടുണ്ട്. ഇപ്പം എന്താണ്, പ്ലെയിൻ ബ്ലാക്ക് ടെക്സ്റ്റിലാണ് എല്ലാം വന്നിട്ടുള്ളത്. ഇനി അത് നമ്മൾ എന്ത് ചെയ്യണം, CSS പേജിലോട്ട് എക്സ്റ്റേണലിന് ഡെമോ കാണിച്ചു തരാണ്, എക്സ്റ്റേണൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ആ കോഡുകൾ ഞാൻ അവിടുന്ന് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, ഏത് CSS, ആ CSS ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പേജിൽ style.css എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത പേജിലെ ആ ഫയലിൽ വന്നിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, അതേ കോഡുകൾ ഞാൻ ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്തു, style.css എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ പേസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതൊന്ന് സേവ് ചെയ്തു. വീണ്ടും നമ്മളുടെ HTML ഡോക്യുമെന്റിലോട്ട് തന്നെ വന്നു. നമ്മളുടെ HTML ഡോക്യുമെന്റിലോട്ട് തന്നെ വന്നു. ഇവിടെ എന്ത് ചെയ്യണം, ലിങ്ക് അല്ല, ലിങ്ക് ടാഗ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇവിടെ കളർ അല്ലെങ്കിൽ ഫോൺ കളറോ അല്ലെങ്കിൽ സ്റ്റൈൽസോ കാര്യങ്ങളോ ഇവിടെ മാറി കിട്ടൂല കേട്ടോ. അത് മാറി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ഫയലും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധവുമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ഫയൽസിന് തമ്മിൽ style.cssനും tutor2.html എന്ന് പറഞ്ഞ ഈ രണ്ട് ഫയലിനും തമ്മിൽ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ആ കണക്ട് ചെയ്യാൻ വേണ്ടി HTML ഡോക്യുമെന്റിൽ എന്ത് ചെയ്യുക, ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് CSS എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ഉണ്ട്. ഈ ടാഗ് എടുത്തിട്ട് ലിങ്ക് സ്റ്റൈൽ ഷീറ്റ് href style.css. ഈ style.css എന്താ സംഭവം അറിയാം, style.css മീൻസ് hrefൽ style.css എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ റെഫറൻസ് ആണ്, ഏത് പേജിലോട്ടാണ് എന്നുള്ളതിന്റെ റെഫറൻസ് ആണ്. അപ്പൊ ഈ പേജിന്റെ പേര് എന്താണോ ആ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ എന്താണ്, ഫയൽ നെയിം എന്താണ്, style.css ആണ്. അതിനെ കൊണ്ട് നമുക്ക് ഇവിടെ style.css. ഇനിയിപ്പോൾ അതല്ല, ഇവിടെ വേറെ എന്തെങ്കിലും പേരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, abc.css ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ മാറ്റിയിട്ട് എന്ത് കൊടുക്കണം, abc.css എന്ന് കൊടുക്കണം. ഈ style.css എന്നുള്ള ഡീഫോൾട്ട് ആയിട്ട് വരുന്ന കേസ് അതിനെ കൊണ്ടാണ് ഇതിൽ ഡീഫോൾട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്തിരിക്കണമെന്ന് കരുതിയിട്ട് ഓട്ടോമാറ്റിക് ഇങ്ങനെ ആ പേര് തന്നെ വരില്ല. style.css എന്നുള്ളത് ഡീഫോൾട്ട് ആയിട്ട് എല്ലായിടത്തും എല്ലാ ടൈമിലും സ്റ്റൈൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആവണ്ട. ഇവിടെ എന്ത് ചെയ്യുക, പേര് മാറ്റണം, വേറെ പേരാണ് style.cssന്റെ പകരം abc ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടെ hrefൽ abc.css എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പേജ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, സ്റ്റൈൽസ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഇവിടെ വന്ന് നോക്കുന്നു, കണ്ടോ, നമ്മൾ എന്തപ്പോൾ ചെയ്തോളൂ, ആ പേജ് നമ്മൾ ഇന്റേണൽ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്ന കോഡ് എവിടെ കൊണ്ടിട്ടു, എക്സ്റ്റേണൽ ഫയലിൽ കൊണ്ടിട്ടു. ഓക്കെ, ആ ഫയൽ എന്ത് ചെയ്തു, ഡയറക്ട്ലി നമ്മളെ പേജിലോട്ട്, നമ്മളെ HTML ഡോക്യുമെന്റിലോട്ട് ലിങ്ക് ചെയ്തു. ഓക്കെ, അതായത് style.css ഫയൽ ക്രിയേറ്റ് ചെയ്തു, അതിലോട്ട് ആ കോഡ് കൊണ്ടുപോയിട്ടു അല്ലെങ്കിൽ CSS അല്ലെങ്കിൽ സ്റ്റൈൽസ് കൊണ്ടുപോയിട്ടു, വീണ്ടും എന്ത് ചെയ്ത് നമ്മളെ HTML പേജിലോട്ട് തന്നെ വന്നിട്ട് എന്ത് ചെയ്തു, അവിടെ CSS ലിങ്ക് ചെയ്തു. ഓക്കെ, ഈ പേര് തെറ്റിക്കഴിഞ്ഞാൽ വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ടൈപ്പ് എറർ ആക്കിയിട്ട് കാണിച്ചു, ഒരു ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി, സേവ് ചെയ്തു. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, കണ്ടോ, ക്ലാസ്സസ് എടുക്കുമോ അല്ലെങ്കിൽ സ്റ്റൈൽ എടുക്കുമോ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റൈൽസ് എടുത്തു. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമുക്ക് ഇൻലൈൻ CSS, ഇന്റേണൽ CSS, എക്സ്റ്റേണൽ CSS. ഇൻലൈൻ CSS എന്ന് പറയുമ്പോൾ ലൈൻസ് അല്ലെ ഓരോ എലമെന്റ്സിനും നമുക്ക് അതിന്റെ എലമെന്റ്സിന്റെ ഉള്ളിൽ തന്നെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് നമുക്ക് സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാം, ഇൻലൈൻ CSS എന്ന് പറയാം. ആൻഡ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇന്റേണൽ CSS. ഇന്റേണൽ CSS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ HTML ഡോക്യുമെന്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റേണൽ CSS എന്ന് പറയാം. അത് എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുക, ഈ സ്റ്റൈൽസ് നമ്മൾ എവിടെയാണ് എഴുതുക, ഹെഡ് സെക്ഷനിൽ, നമ്മളെ HTML ഡോക്യുമെന്റിൽ തന്നെ ഹെഡ് സെക്ഷനിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ടാഗ് ഉണ്ട്. ആ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ കയറിയിട്ട് സ്റ്റൈൽ ടാഗിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യാം, എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ഉണ്ട്, സ്റ്റൈൽ ടാഗ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, TH ആണെങ്കിൽ TH എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ ക്ലാസ്സസ് അല്ലെങ്കിൽ സ്റ്റൈല് ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ വരുന്നത് എക്സ്റ്റേണൽ CSS ആണ്. എക്സ്റ്റേണൽ CSS എങ്ങനെ വരുന്നത്, നമ്മളുടെ HTML ഡോക്യുമെന്റിന് പുറത്ത് നമ്മളൊരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും, നമ്മളുടെ HTML ഡോക്യുമെന്റിലോട്ട് ലിങ്ക് ചെയ്യും. ഏത് വെച്ചിട്ട്, ലിങ്ക് CSS വെച്ചിട്ട് എന്ത് ചെയ്യും,
നമ്മൾ ലിങ്ക് ചെയ്യും. ലിങ്ക് ടാഗ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലിങ്ക് ചെയ്യും. ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റൈൽസ് എന്ത് ചെയ്യും? അപ് ടു ഡേറ്റ് ആയിട്ട് ഇതിലോട്ട് നമുക്ക് എന്ത് മാറി കിട്ടും. ഇവിടെ എക്സ് ലാർജ് ഉള്ള ഞാൻ സ്മോൾ ആക്കി തരാം. ജസ്റ്റ് സ്മോൾ ആക്കി തരാം. അപ്പോൾ മാറുന്നുണ്ടോ നോക്കാലോ. കണ്ടോ? സ്മോൾ ആയപ്പോൾ എന്തായി? ചെറിയ ഫോണ്ട് ആയില്ലേ? ഫോണ്ട് സൈസ് ചെറുതായില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റേണൽ CSSഉം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.